ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ ട്യൂൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞത്: വിഷ്വലൈസേഷനും അഫർമേഷനും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷ്വലൈസേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കറിയാമായിരുന്നു ഇതുപോലെ തന്നെ നടക്കുമെന്ന്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു ഇതുപോലൊക്കെ നടക്കുമെന്ന്. പലപ്പോഴും അതൊരു നെഗറ്റീവ് സൈഡിലായിരിക്കുമെന്നേ ഉള്ളൂ, എങ്കിലും നമ്മൾ പറയുന്ന വാക്കാണത്. ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ ആലോചിച്ചിരുന്നു, ഞാൻ ചിന്തിച്ചിരുന്നു. ഇതൊക്കെ വിഷ്വലൈസേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ ഒരു മൈൻഡ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് കുറേ തവണ നമ്മൾ ആ ഇമേജ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ, വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോഴും അത് യാഥാർത്ഥ്യമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് വിഷ്വലൈസേഷനും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾക്ക് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യതയുണ്ടായിരിക്കണം. എന്താണ് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്, എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനെ കൃത്യതയോടെ എഴുതി വെച്ച് ആ സംഭവങ്ങളെ വിഷ്വലൈസ് ചെയ്ത്, അതായത് ഡ്രീം ചെയ്ത് കാണുന്നതാണ് ഈ പറയുന്ന വിഷ്വലൈസേഷൻ എന്നുള്ളത്. ഇതിനകത്ത് 4 സംഗതികൾ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫ്രീക്വൻസി എന്നുള്ളത്. ഫ്രീക്വൻസി, അതായത് വല്ലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് കാര്യമില്ല. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ, കഴിവതും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ തന്നെ നിങ്ങളുടെ സ്വപ്നം എന്താണ് അത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഫ്രീക്വൻസി എന്നുള്ളത്. 2, വിവിഡ്നെസ് എന്നുള്ളതാണ്. വിവിഡ്നെസ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി. വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ. അല്ലാതെ ഒരു വേഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ഉണ്ടായിരിക്കണം. 3ാമത് നമ്മൾക്കുള്ളതാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് 1 സെക്കൻഡ് മാത്രം നമ്മളുടെ ലക്ഷ്യം, ആഗ്രഹം ആലോചിച്ചിട്ട് കാര്യമില്ല, വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ കൂടുതൽ സമയം അത് കാണാനായി അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് 3ാമത്തത്. 4ാമത്തത് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഇൻറ്റൻസിറ്റി, അഥവാ തീവ്രത എന്ന് പറയും. എത്ര ഇമോഷണലായി നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്നു, നമ്മൾ അതിനെ സങ്കല്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ചെറുപ്പകാലത്ത് ടൂറ് പോയ കാര്യം. ആ ടൂറ് പോയ ദിവസം നമ്മൾ ആരും പറയാതെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ രാവിലെ തന്നെ വിളിച്ചുണർത്തി നമ്മൾ റെഡിയായി പോകുന്നു. ആ സംഭവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ആ ദിവസത്തിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾ എത്ര തവണ കൂട്ടുകാരുടെ കൂടെ ടൂറിൽ അടിച്ചു പൊളിച്ച് പോകുന്നതായിട്ട് ഡിസ്കസ് ചെയ്തു, അല്ലേ? അത് എത്ര തവണ, എത്ര ഫ്രീക്വൻ്റായിട്ട് നിങ്ങളത് വിഷ്വലൈസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ക്ലിയർ ആയിരുന്നു, ഓക്കെ എനിക്ക് അവിടെ പോകണം, നമുക്കിത് ചെയ്യണം. ഈ കാര്യങ്ങൾ നമ്മൾ എത്ര തവണ നമ്മൾ ഭാവനയിൽ കണ്ടു. അത് തീവ്രമായിട്ട്, ഒരിക്കലും നമുക്ക് അതിനകത്ത് ഡൗട്ടില്ലായിരുന്നു, അല്ലേ? ഒരിക്കലും നമ്മൾ സംശയിച്ചിട്ടേ ഇല്ല നമുക്ക് നാളെ പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ജനുവരി 25 നമുക്ക് ടൂറിന് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ആരും ഒരിക്കലും ആലോചിച്ചിട്ടില്ല. വളരെ ഇമോഷണലായിട്ട്, ഇൻറ്റൻസിറ്റിയിൽ തന്നെ, വളരെ തീവ്രമായിട്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് ആഗ്രഹിച്ചു. അങ്ങനെ വന്നപ്പോൾ, ആ ദിവസം വന്നപ്പോൾ, നമ്മൾ ഉറങ്ങിപ്പോയാൽ പോലും ഒരലാവും വെക്കണ്ട, നമ്മൾ ഉറങ്ങിപ്പോയാൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ. ആ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് അതിലേക്ക്, ഓഫ് കോഴ്സ് വിഷ്വലൈസ് ചെയ്ത് വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ സംഭവം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് അതിലേക്കുള്ള വഴികൾ തുറന്നു തരും. തീർച്ചയായിട്ടും രാവിലെ വിളിച്ചുണർത്തുക മാത്രമേ സബ് കോൺഷ്യസ് ചെയ്യത്തുള്ളൂ. അല്ല, എനിക്ക് വേണ്ട, എനിക്ക് പോകാൻ ഇന്ന് വയ്യ, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എഴുന്നേക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്നു പോകും. നമ്മൾ എടുക്കേണ്ട ആക്ഷനും കൂടി എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇതാണ് വിഷ്വലൈസേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അഫർമേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തിരികെ എത്താം. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.